വന്ദനം ഈശ്വരാ, നിനക്കെന്നും വന്ദനം ഈശ്വരാ. വന്ദനം ചെയ്യുന്നു നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നാമത്തിനാദരവാ. നാദന് മുൾമുടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനാ? സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർത്തിടുവാ. കുഞ്ഞാടവിൻ വിളക്കാണ്, ഇരുളൊരു ദേശവും അവിടെയില്ല. നിന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണ്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ ഒരുക്കുന്ന ഭവനമുണ്ട്. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ, സദാകാലം ഞാൻ മണവാട്ടിയ പരനോട് കൂടെ വാഴുമേ. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ഏഴ് 10 ഏറെയായാൽ 80 മാത്രം. സമ്പത്ത് ഒരുപാടുണ്ട്, നന്നായി പാടുന്നു, പാടി ഒരുപാട് സമ്പത്തുണ്ടായി. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. അല്ല, അറിയാനൊക്കെ ചോദിക്കണം. സഹോദരിമാരുടെ യാത്ര എവിടെയാണ്? സഞ്ചാരിന യേശുവിൽ ചാരിന പോകുന്നു ക്രൂശിന്റെ പാതയിൽ. യേശുവിനെ കുറിച്ച് സുഖലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ വേഗമെന്ന തിരശീല ചിന്തിതകമോക്ഷമാകും തീരണ്ടേ. ഇനി സഹോദരിയുടെ കുടുംബത്തെ കുറിച്ച് ഒന്ന് നോക്കാമോ? പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാനുള്ളത് കാണുന്നില്ല, നേരാനും ഞാൻ കാണുകയില്ല. സഹോദരിമാരുടെ ഭർത്താവ് ഇത്ര സുന്ദരന്മാരാണ്, നന്നായിട്ട് നോക്കുമായിരിക്കുമല്ലേ? കരത്തിൽ പിടിച്ചെന്നി നടത്തിടുന്നു ദിനംതോറും. സന്തോഷവേള സന്താപവേള സഹോദരിമാരെ, പിന്നെ അമ്മയമ്മയുണ്ട്. യുദ്ധങ്ങളും ശാപവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ പിന്നെ നാത്തൂൻ എങ്ങനെയുണ്ട്? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്നാൽ സഹോദരിമാരെ, നരകവാസം എങ്ങനെയോ ഞാനതറിയില്ല. അപ്പോൾ അവിടെ ഉള്ളതെല്ലാം കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. ഈ കാര്യം പകരുകയില്ല ഞാൻ, പകരുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും പേര് ചോദിച്ചു വീടുകൾ, നാട്, ദേശം, ജാതി, വയസ്സ്, സമ്പത്ത്
യാത്ര, ഭർത്താവ്, മാമി, അവിടത്തെ വാസം എല്ലാം ചോദിച്ചു. ഇനി നിങ്ങളുടെ സഭയെ കുറിച്ചൊന്ന് ചോദിക്കാൻ ഒരു ആഗ്രഹമായിരിക്കുന്നു സഹോദരിമാരെ. ആയിരം ആയിരം നാവുകളാണത് വർണ്ണിപ്പതിനെഴുതോ. എല്ലേവർക്കും ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും നിന്റെ ദൈവത്താൽ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. നന്ദിയുടെ ഉള്ളം നന്ദി നിറയുന്നു, പ്രഹ്ലാദമോടെ